കൊറ്റക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപം പുറമ്പോക്കിൽ താമസിച്ചിരുന്ന നിർധനരായ പൊടിയമ്മയ്ക്കും കുടുംബത്തിനും തെന്മല ഗ്രാമപഞ്ചായത്ത് 8 സെന്റും വീടും വിലയ്ക്ക് വാങ്ങി നൽകാൻ തീരുമാനിച്ചു. ഉറുകുന്ന എം എൻ ജംഗ്ഷന് സമീപത്തുള്ള ഏകദേശം 9 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടാണ് പഞ്ചായത്ത് പൊടിയമ്മയ്ക്കും കുടുംബത്തിനും നൽകുക. ഇതിലേക്ക് പുനലൂർ സെന്റ് തോമസ് സ്കൂൾ മാനേജർ ജേക്കബ് തോമസ് 2.5 ലക്ഷം രൂപ നൽകി സഹായിച്ചിരുന്നു. ബാക്കി തുക തെന്മല ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി കണ്ടെത്തി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു. തെന്മല പഞ്ചായത്തിലെ ഉറുകുന്ന് നേതാജി നിരപ്പുംപുറത്ത് താമസിക്കുന്ന പൊടിയമ്മയും ഷൈനിയുടെയും കുടുംബത്തെ പുനരധിവസിക്കുന്നതിനുള്ള നടപടികൾ തെന്മല ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതിയുടെ നേതൃത്വം നടക്കുകയായിരുന്നു. ഇവരെ അടിയന്തരമായി അവിടുന്ന് മാറ്റുന്നതിനും ഇവർക്ക് താമസിക്കുന്നതിനും വളരെ വാസയോഗ്യമായ വസ്തു കണ്ടെത്തുന്നതിനും ഈ സമിതിക്ക് കഴിഞ്ഞു. ജനകീയ സമിതിയുടെ ഭാരവാഹികൾ കഴിഞ്ഞ 3-4 ദിവസക്കാലമായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കാവശ്യമായ വസ്തു കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉറുകുന്ന് കണ്ടൂർപ്പച്ച LP സ്കൂളിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ 8 സെന്റ് വസ്തു കണ്ടെത്തുകയും ആ വസ്തു ഇന്ന് തന്നെ എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കുടുംബത്തെ ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ഈ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുവാനും അതിനുശേഷം 3 മാസത്തിനുള്ളിൽ ഈ വസ്തു പ്രമാണം ചെയ്ത് ഈ വസ്തു പൂർണ്ണമായി അവരുടെ പേരിലാക്കി മാറ്റി കൊടുക്കുവാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10:30 ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് പഞ്ചായത്ത് സമീപമുള്ള തെന്മല LP ഹാളിൽ വെച്ച് കൂടുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ വെച്ച് ഇതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് ഈ ഫണ്ട് ഒരു 3 മാസങ്ങളിൽ പൂർത്തീകരിച്ച് ഈ വസ്തു മേടിച്ച് വയ്ക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ അഗതി ആശ്രയ പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 കുടുംബത്തിനും വീട് വയ്ക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ വീതം അഗതി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി അഗതി ആശ്രയ പദ്ധതിയിൽ അവരുടെ സഹായ പദ്ധതി എന്നുള്ള നിലയിൽ 1.5 ലക്ഷം രൂപയും ഈ 2 കുടുംബങ്ങൾക്കായി നൽകുന്നതാണ്. പെൻഷൻ്റെ കാര്യത്തിൽ നേരത്തെ ഇവർ അപേക്ഷ നൽകിയിരുന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ്. അവർക്ക് പെൻഷനും അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കും. ആദ്യ പെൻഷൻ തുക നാളെ തന്നെ ഈ കമ്മിറ്റിയിൽ നാളെ നടക്കുന്ന മീറ്റിംഗിൽ വെച്ച് അവർക്ക് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ പെൻഷൻ അവർക്ക് കൃത്യമായി കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2 പേർക്കും വിധവാ പെൻഷൻ കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. അടിയന്തരമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി അവരുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പെൻഷനെ സംബന്ധിച്ചുള്ള തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഈ വസ്തു മേടിക്കുന്നതിന് അതിന് നിർണായകമായി പങ്കുവയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പുനലൂർ സെന്റ് തോമസിൻ്റെ മാനേജർ കൂടിയായ ശ്രീ ജേക്കബ് തോമസ് ആണ്. അദ്ദേഹം കൊടുക്കുന്ന തുകയാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ജനകീയ സമിതി കണ്ടെത്തുന്ന തുകയും കൂടെ ചേർത്താണ് ഈ വസ്തു മേടിക്കുന്നത്. ഇത്തരത്തിലൊരു സംരംഭത്തിനും ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ തന്നെ അവരെ സഹായിക്കുവാൻ തയ്യാറായി കടന്നു വന്ന ജേക്കബ് തോമസ് വലിയ ഒരു മഹത്തായ കാര്യമാണ് ചെയ്യുന്നത്. അദ്ദേഹം 2.5 ലക്ഷം രൂപ ഇതിനു വേണ്ടി ഈ വസ്തു മേടിക്കുന്നതിന് വേണ്ടി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫണ്ട് കണ്ടെത്തി വസ്തു പ്രമാണം ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ആ പൈസയും ചേർത്ത് ഒരുമിച്ച് പഞ്ചായത്ത് ഭരണസമിതി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തെന്മല പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും പഞ്ചായത്ത് ജനകീയ സമിതിയുടെ പേരിലും ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പേരിലും ശ്രീ ജേക്കബ് തോമസിന് അഭിനന്ദിക്കുവാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പൊടിയമ്മയ്ക്കും മകൾ ഷൈനിക്കും വിധവാ പെൻഷനും ഉടൻ അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഓരോരുത്തരോടും നന്ദിയും കടപ്പാടുമുണ്ടെന്ന് ഷൈനി പറഞ്ഞു. വീട് കിട്ടിയത് സന്തോഷമുണ്ട്. ഞങ്ങളെ നാട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്ന് ഇത് സഹായിച്ചതിന് എല്ലാവർക്കും പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരെ പറയാനുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി കൊടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല.